ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. കുറച്ച് വർഷമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന ഒരു പരിപാടിയാണ് പല മലയാളികൾക്ക് അന്യമായിരുന്നു അത്. പക്ഷേ നമ്മൾ പച്ച മലയാളത്തിൽ പ്രണയദിനം എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ 127 പാട്ടുകൾ എഴുതിയിട്ടുണ്ട് സത്യൻ അന്തിക്കാട്. അതിൽ പല പാട്ടുകളും പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഇത് പി ഭാസ്കരനും വയലാറും തമ്പി സാറൊക്കെ എഴുതിയിരുന്ന് വെച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സത്യൻ്റെ പാട്ടോടു കൂടിയാണ് ഈ പ്രണയഗാനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രണയഗാനം ഈ സന്ധ്യ ഉദ്ഘാടനം ചെയ്യാൻ സത്യൻ തന്നെയാണ് നല്ലത്. അതുകൊണ്ട് സത്യൻ്റെ 2 വാക്കുകൾക്ക് വേണ്ടി. ഞാൻ വേഗം തന്നെ നീങ്ങിയിട്ട് പോകുന്നത് തന്നെ ഇനി എന്നെ പറ്റി പറഞ്ഞ് നിർത്തിയില്ലെങ്കിലോ എന്ന് ചോദിച്ചിട്ടാണ്. നമ്മൾക്ക് അങ്ങനെ ഒരു അപകടമുണ്ട്. ഒരാളെ സ്നേഹിച്ചാൽ അങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. എന്തായാലും വലിയ സന്തോഷമുണ്ട്. അമ്പിളിയുടെ ജീവിതത്തിനെ വളരെ പണ്ട് തൊട്ട് അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ. നേരത്തെ ഇവിടെ അമ്പിളി തന്നെ പറഞ്ഞല്ലോ. ഇതിനു മുമ്പ് നടത്തിയ എല്ലാ എക്സിബിഷനുകൾക്കും എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇത്തവണ കുറച്ച് തിരക്കുകൾ ആയിട്ട് ഞാൻ ഇത്തവണ ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് ഡൊമിനിക്കാണ് ഇന്നലെ ഞാൻ വിളിച്ചിട്ട് എന്തായാലും ഞാനിവിടെ വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് സത്യനം വരണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ അമ്പിളിക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞത്. പക്ഷെ അത് ഒരു സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ്. പണ്ട് കുമാർ സ്റ്റുഡിയോയിലും അതിനു മുമ്പ് സമയമായില്ല പോലും എന്നുള്ള സിനിമ ചന്ദ്രകുമാർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അമ്പിളിയെ കാണുന്ന അന്ന് അമ്പിളി എൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. പിന്നീട് ഉമാ സ്റ്റുഡിയോയിൽ ആർട്ട് ഡയറക്ടറായി വളരെ പ്രസിദ്ധമായ സിനിമകൾക്ക് അസ്തമയവും ശുദ്ധികലശവും അങ്ങനെ കുറേ സിനിമകൾക്ക് ഞാനും ചന്ദ്രകുമാറും കൂടി വർക്ക് ചെയ്യുന്ന, ചന്ദ്രകുമാർ സംവിധാനം ചെയ്യുകയും ഞാൻ സഹസംവിധാനമായിട്ട് വർക്ക് ചെയ്യുന്ന പല പടങ്ങൾക്കും ആർട്ട് ഡയറക്ടർ അമ്പിളിയായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സെറ്റിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ മാത്രമാണ് ഒരാൾ എന്താണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്നത്. ഞാൻ പാട്ട് എഴുതുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ചന്ദ്രകുമാർ ഡയറക്ടറാണ്, ആനന്ദകുട്ടൻ ക്യാമറയാണ്, അമ്പിളി ആർട്ട് ഡയറക്ടറാണ്. ഈ വന്ന് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മാറി. ഞങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും പരസ്പരം കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അന്ന് അമ്പിളി ഈ സെറ്റിൽ പേരെടുക്കുന്ന മുഴുവൻ ഈ നടിമാർക്കൊക്കെ പടം വരച്ചു കൊടുക്കും. അത് കാരണം അവർക്കൊക്കെ കൂടുതൽ ഇഷ്ടം അമ്പിളിയോടാണ്. അമ്പികൊക്കെ അമ്പിളിയുടെ പിന്നാലെ നിന്ന് മാറില്ല, കാരണം പടം വരച്ച് കിട്ടില്ല. നമുക്കത് വലിയ പിടുത്തമില്ലാത്തൊരു വിദ്യയാണ്. ഏറ്റവും കൂടുതൽ പ്രയാസം എന്ന് വെച്ചാൽ വേണം എന്ന് വിചാരിച്ച് പഠിച്ച് ചെയ്യാൻ പറ്റാത്ത 2 കലകളാണ് പാട്ടും ചിത്രകലയും. എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് ഇതിന് പ്രത്യേകമായൊരു ഗിഫ്റ്റ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയേ പറ്റും. അമ്പിളി ശരിക്കും പാടും ചെയ്യും, നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് ഈ സംവിധാനത്തിൻ്റെ ഒരു വലിയ തുടർച്ചയായിട്ടുള്ള കാലയളവിൽ പെയിന്റിങ്ങിൽ നിന്ന് പുള്ളി കുറച്ച് പിന്തിരിഞ്ഞിരിക്കുന്നു. അത് വളരെ സജീവമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴേറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം. മുരളി പറഞ്ഞ പോലെ എല്ലാ ദിവസവും രാവിലെ അമ്പിളിയുടെ ഒരു ചിത്രം കാണുന്നൊരു ശീലമായി മാറുകയാണ്. അപ്പോൾ അതൊരു മടുക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ഊർജം അമ്പിളിയിലേക്ക് ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷിക്കുന്ന കാര്യം. അത് പ്രായം അതിനൊരു പ്രശ്നമേ അല്ല. 86 വയസ്സായിട്ടും ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ അടുത്ത പടത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. 94-ാമത്തെ വയസ്സിൽ സേതുമാധവൻ സാറിന് ജോൺ പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, 94 വയസ്സായിരുന്നു, സാറിനെ വിളിച്ച് വിഷയം ഉണ്ടാകും. ഞാൻ വിളിച്ചു സാറിനെ. വളരെ സജീവമായിട്ട് സാർ, വളരെ എനർജറ്റിക് ആയിട്ട് സാർ അറ്റൻഡ് ചെയ്തു. ഞാൻ ചോദിച്ചു, സാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ടിപ്പു സുൽത്താനെ പഠിച്ചുകൊണ്ടിരിക്കുക. ടിപ്പു സുൽത്താനെ പറ്റിയുള്ള പുസ്തകം വായിക്കണം. എന്ത് ഇൻട്രസ്റ്റിംഗ് ആണെന്നോ. നമ്മൾ വിചാരിച്ച പോലെ അല്ലാണ്. 94-ാമത്തെ വയസ്സിൽ സജീവമായിട്ട് നിൽക്കുകയാണ് ഒരാൾ. പ്രായം നമ്മളെ ബാധിക്കുന്നില്ല, മരിച്ചു പോട്ടെ, അത് വേറെ കാര്യം. പക്ഷേ ഏത് സമയത്തും നമുക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അമ്പിളിയുടെ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ ഏറ്റവും പുതിയൊരു ചിത്രകാരൻ വരച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതിൽ യാതൊരു വക കാലഭേദങ്ങളും ഇല്ല. അപ്പോൾ ആ ഒരു മനസ്സ് സൂക്ഷിക്കാൻ അമ്പിളിക്ക് കഴിയുന്നു എന്നുള്ളതിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇന്ന് ഈ പറഞ്ഞ പോലെ പ്രണയദിനം എന്ന് പറയുന്ന ഈ ഫെബ്രുവരി 14-ന് പ്രണയഗാനങ്ങൾ അല്ലെങ്കിൽ പ്രണയദിനത്തിൻ്റെ സംഗീത ഒരു സായാഹ്നം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ഒരു ദൗത്യം, അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ടെങ്കിലും അത് എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ഈ പ്രണയഗാന സന്ധ്യ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. പാട്ടുകൾ കേൾക്കാൻ നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്നതിനാണ് സംഭാഷണങ്ങളെക്കാൾ കൂടുതൽ.
താങ്ക് യു.